അനിൽ ആൻ്റണിയും PJ തോമസും ആൻഡ്രോ എന്ന് പറഞ്ഞ സിൻഡിക്കറ്റാണ് ഡൽഹിയിൽ ഒബ്രോയ് ഹോട്ടൽ കേന്ദ്രീകരിച്ച് കച്ചവടം നടത്തിയിരുന്നത്. ഇപ്പോൾ ആ കച്ചവടത്തിന് സ്കോപ്പില്ലാണ്ട് അപ്പോൾ NDA കച്ചവടം നടത്താനായിട്ട് NDAയുടെ ഭാഗമായി. ദല്ലാൽ നന്ദകുമാർ അനിൽ ആൻ്റണിയെക്കുറിച്ച് നടത്തിയ ഈ വെളിപ്പെടുത്തലുകൾ കോൺഗ്രസ് ഭരണകാലത്തെ AK ആൻ്റണിയുടെ പ്രവർത്തനങ്ങളെ സംശയത്തിൻ്റെ മുന്നിൽ നിർത്താവുന്നതാണ്. പക്ഷേ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറയുന്നത് പോലെ ശരിക്കും വെട്ടിലായത് BJP ആണ്. കാരണം AK ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി BJPയുടെ ദേശീയ സെക്രട്ടറിയാണ്. BJPയുടെ പ്രകടന പത്രിക രൂപീകരണ സമിതി അംഗം, പത്തനംതിട്ടയിലെ BJP സ്ഥാനാർത്ഥി. CBI സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനത്തിന് അനിൽ ആൻ്റണി അന്ന് 25 ലക്ഷം രൂപ വാങ്ങി. AK ആൻ്റണി പ്രതിരോധ മന്ത്രിയായിരുന്നപ്പോൾ ആയുധ ഇടപാടുകളുടെ രഹസ്യരേഖ അനിൽ വിറ്റു. ഇതൊക്കെയാണ് ആരോപണമായി വന്നിട്ടുള്ള വെളിപ്പെടുത്തലുകൾ. പക്ഷേ സ്വന്തം പാളയത്തിലെത്തിയ അനിൽ ആൻ്റണിയെ തലയിലേറ്റി നടക്കുന്ന BJPക്ക് കോൺഗ്രസിനെ തെരഞ്ഞെടുപ്പ് കാലത്ത് ആക്രമിക്കാൻ വടി കിട്ടിയിട്ടും ദല്ലാളിനെ തള്ളിപ്പറയേണ്ട അവസ്ഥയാണ്. കാരണം എന്താണെന്നോ? ഇനി BJPയുടെ ഒരു തീപ്പൊരി നേതാവ് ഇപ്പോൾ സ്ഥാനാർത്ഥിയാണ്. എൻ്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ അക്കൗണ്ടിൽ വാങ്ങിച്ച് ഭൂമി തരാമെന്ന് ഞാൻ ചെന്നപ്പോൾ 2 പേരോട് മുമ്പ് അഡ്വാൻസ് മേടിച്ചിട്ടുണ്ട്. ആ തീപ്പൊരി നേതാവിനെ കുറിച്ച് ഞാൻ പറയും. തന്നെക്കുറിച്ച് പ്രകാശ് ജാവദേക്കറിന് മോശം അഭിപ്രായമില്ലെന്ന് കൂടി ദല്ലാൽ നന്ദകുമാർ പറഞ്ഞതോടെ BJP ശരിക്കും പെട്ടു. अनिल आंटनी के बारे में बहुत बड़ा एलिगेशन हो रहा है. पैसा एक डील कर रही है दिल्ली में, इस तरह एलिगेशन हो रही है. നന്ദകുമാറിനെ അറിയില്ലെന്ന് പറഞ്ഞ് തലയൂരാനുള്ള പ്രകാശ് ജാവദേക്കറുടെ തത്രപ്പാട് എത്ര കണ്ട് വിജയിക്കുമെന്ന് കാണാം. അനിൽ ആൻ്റണിക്കെതിരായ ആരോപണത്തെ പല്ലും നഖവും ഉപയോഗിച്ച് ചെറുക്കുകയാണ് BJP നേതാക്കൾ. അച്ഛന് കൊടുക്കാൻ വേണ്ടി മകൻ കോഴ വാങ്ങിയെന്നാണോ ഉദ്ദേശിച്ചത് എനിക്കറിയില്ല. ഞാനേതായാലും ആരോപണം കേട്ടിട്ടില്ല. ഇത് മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ പരിശോധിക്കണമെന്ന് പറയും ചില സമയം. നിങ്ങൾ അയാളൊരു സ്ത്രീയാണ്, അതിൽ സംശയമുണ്ട് അദ്ദേഹത്തിന്, അങ്ങനെ വന്നേക്കാം. പ്രതിപക്ഷ പാർട്ടികൾ അഴിമതി നടത്തിയെന്ന് കേട്ടാൽ പോലും ED അടക്കമുള്ള സംവിധാനങ്ങളുമായി ചാടി വീഴുന്ന BJPക്ക് അനിൽ ആൻ്റണിയുടെ കാര്യത്തിൽ മിണ്ടാട്ടം മുട്ടിയിരിക്കുകയാണ്. ചാടി വീഴേണ്ട, ഒന്ന് മിണ്ടുകയെങ്കിലും ചെയ്തെങ്കിൽ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമെതിരെ മോദി ഭരണം നടത്തുന്ന കുരിശു യുദ്ധത്തിന്റെ ആത്മാർത്ഥതയിൽ അനുഭാവികളെയെങ്കിലും തൃപ്തിപ്പെടുത്താമായിരുന്നു. വോട്ടിംഗ് മെഷീന് മുന്നിലെത്തുമ്പോൾ ജനങ്ങൾ ഇതൊക്കെ ചിന്തിക്കുമെന്ന് കൂടി ഓർക്കുന്നത് നല്ലതാണ്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.